എങ്ങനെയാണ് ഈ പ്രവാചകനെ നമ്മൾ മാതൃകയാക്കുന്നത് എന്നൊക്കെയുള്ള രൂപത്തിൽ ആളുകൾ ചോദിക്കുന്നുണ്ട്. അപ്പോ എങ്ങനെയാണ് ഇത്രയധികം ഭാര്യമാരും യുദ്ധത്തിൽ നേടിയ സ്ത്രീകൾ ഇഷ്ടം പോലെയുണ്ട് 6 വയസ്സുകാരിയെ വിവാഹം കഴിക്കുകയും ചെയ്തു? ഈ പ്രവാചകനെ ഞങ്ങൾ എങ്ങനെയാണോ മാതൃകയാക്കുന്നത് എന്ന ചോദ്യത്തിന് കൃത്യമായ രൂപത്തിൽ ഒരു മറുപടി കൊടുക്കാൻ മതപുരോഹിതന്മാർക്ക് സാധിക്കുന്നില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞതെല്ലാം നുണകളാണ്. യുദ്ധത്തിൽ നേടിയ പെണ്ണുങ്ങളെയൊക്കെ പ്രവാചകനും പ്രവാചകന്റെ അനുയായികളും ലൈംഗികമായി തന്നെയാണ് ഉപയോഗിച്ചത്. യാതൊരു സംശയമില്ല. അദ്ദേഹം പറയുന്നത് എണ്ണി ഞാൻ മറുപടി പറഞ്ഞുതരാം. വിവാഹങ്ങൾ അഥവാ 11 വിവാഹവുമായി ബന്ധപ്പെട്ടതാണ്. 10ലധികം വിവാഹങ്ങൾ അഥവാ 11 കഴിച്ച പ്രവാചകനെ അതിൽ തന്നെ ശൈശവ വിവാഹം എന്ന നിലയ്ക്ക് നാം പരിഗണിക്കുന്ന ഒരു വിവാഹം കൂടി ഉണ്ടെന്നിരിക്കെ എങ്ങനെയാണത് മാതൃകാപരമായ ഒരു പ്രവാചകൻ എന്ന് വരുന്നത്? ഇതാണ് ചോദ്യത്തിന്റെ മർമ്മം. അതിന്റെ ഉത്തരത്തിലേക്ക് വരുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ അതിന്റെ ആമുഖം എന്ന നിലയ്ക്ക് സൂചിപ്പിക്കുന്നത്, ഈ ഒരു വിമർശനം ആദ്യം ഉന്നയിക്കേണ്ടത് അത് തന്നെ തെറ്റല്ലേ? അവരത് പറഞ്ഞോ ഇല്ലേ? പ്രവാചകന്റെ കാലഘട്ടത്തിലെ പ്രവാചകനെ എതിർത്തിരുന്ന ആളുകൾ അത് പറഞ്ഞാലും പറഞ്ഞിട്ടില്ലെങ്കിലും, എതിർത്താലും എതിർത്തിട്ടില്ലെങ്കിലും, വിമർശിച്ചാലും വിമർശിച്ചിട്ടില്ലെങ്കിലും ഇത് അംഗീകരിക്കാൻ സാധിക്കില്ല. 6 വയസ്സുള്ള ഒരു കുട്ടിയെ മുഹമ്മദ് നബി 40 വയസ്സുള്ള സമയത്ത് വിവാഹം കഴിച്ചോ ഇല്ലേ? അത് ശരിയോ തെറ്റോ? അത് നിങ്ങളൊന്ന് പറഞ്ഞു തരണം. 40 വയസ്സിലാണോ കിട്ടിയത്? 53 വയസ്സുള്ളപ്പോഴാണ് കിട്ടിയത്. ഇവര് 40 എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ട് നടക്കുന്നത്. 53 വയസ്സുള്ള പ്രവാചകൻ 6 വയസ്സുള്ള കുഞ്ഞിനെ കെട്ടിയെങ്കിൽ അതിന്റെ പേരല്ലേ ശൈശവ വിവാഹം? അത് പറയുമ്പോഴേക്ക് ഇവര് അന്നത്തെ കാലത്താരും പറഞ്ഞില്ല എന്നുള്ളതിന് തെളിവാണോ? ആ തരത്തിലുള്ള പ്രവാചകന്റെ പ്രവർത്തനങ്ങളെയും വിമർശനപൂർവ്വം കണ്ടിട്ടുള്ള പ്രവാചകന്റെ കാലത്തെ ആളുകളാണ്. നബി പറയുന്നത് തെറ്റാണെന്ന് അവർ പറഞ്ഞു, നബിയുടെ പ്രവർത്തനങ്ങൾ തെറ്റാണെന്ന് പറഞ്ഞു, ഭ്രാന്തൻ എന്ന് വിളിച്ച് അധിക്ഷേപിച്ചു. മാരണം അത് അധിക്ഷേപമായിരുന്നില്ല, ഒരു സത്യമായിരുന്നു. ആകാശത്ത് നോക്കി നിന്ന് സംസാരിക്കുന്നു. മറ്റവർ ചോദിക്കുന്നു ആരാണ്? ഇതാ മലക്ക് വന്ന് നിൽക്കുന്നു. എന്നാ പിന്നെ ഞങ്ങൾക്കൊന്ന് കാണിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, എനിക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ. ആൾ ഇതാണ് പറയുന്നത് സ്വാഭാവികമായിട്ട് പറയും. വാട്ടനാണല്ലേ ചോദിക്കും. എന്നാണെങ്കിൽ ട്രോളായിരുന്നു എന്ന അർത്ഥത്തിലുള്ള പദപ്രയോഗങ്ങൾ ഉണ്ടായി. കെട്ടുകഥകൾ എഴുതുന്നവനാണ് എന്ന രീതിയിൽ പരാമർശിച്ചു. ഇങ്ങനെ മാതൃകായോഗ്യനായി സ്വർഗത്തിൽ മദ്യപ്പുഴയും ഹൂറികളും ഒക്കെ ഉണ്ടെന്നൊക്കെ പുസ്തകത്തിനകത്ത് എഴുതി വെച്ചിട്ട് ആളുകളെ കൊണ്ട് വായിപ്പിച്ചാൽ പിന്നെ കെട്ടുകഥ എന്ന് തന്നെയല്ലേ പറയുള്ളൂ. ഇല്ലാത്ത ഒരു പ്രവാചകനായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആ നാട്ടിലുള്ള ആളുകൾ അഥവാ പ്രവാചകനിൽ വിശ്വസിക്കാത്ത ആളുകൾ, മതത്തിൽ വിശ്വസിക്കാത്ത ആളുകൾ, ഇൻവെർട്ടർ കോമയിൽ അന്നത്തെ യുക്തിവാദികൾ. അത് തെറ്റാ. നബിയെ വിശ്വസിക്കാത്ത എല്ലാ ആളുകളും യുക്തിവാദികളാണെന്ന് പറയരുത്. അന്ന് ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു, നസാറാക്കൾ ഉണ്ടായിരുന്നു, സാബികൾ ഉണ്ടായിരുന്നു, ബഹുദൈവാരാധകരുണ്ടായിരുന്നു. അപ്പോ എല്ലാവരെയും ഇങ്ങനെ അങ്ങ് നിരീശ്വരവാദികളാക്കിയിട്ട് ഉസ്താദ് അങ്ങനെ അങ്ങ് രക്ഷപ്പെടല്ലേ ഉസ്താദ്? എല്ലാവരും നിരീശ്വരവാദികളായിരുന്നില്ല. പക്ഷെ അവരാരും പറയാത്ത ഒരു വിമർശനം ഏതാണ്ട് 16-ാം നൂറ്റാണ്ടിന് ശേഷം വന്ന ഒരു വിമർശനമാണ്. ഏത് കാലഘട്ടത്തിൽ വന്നു? ആരാണ് ഈ ചോദ്യം ഉന്നയിച്ചത്? ഇതൊന്നും ഇവിടത്തെ വിഷയമല്ല. ഇവിടത്തെ പ്രധാനപ്പെട്ട വിഷയം പ്രവാചകൻ അത് ചെയ്തിട്ടുണ്ടോ? മറുപടി പറയൂ. പ്രവാചകന്റെ വിവാഹങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വിമർശനവും അതിൽ തന്നെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വിവാഹത്തിലേക്ക് ചേർത്തു പറഞ്ഞ ഒരു വിമർശനം. ഇത് നാം ഗ്രഹിക്കേണ്ടത്, ഒന്ന്, ഒരു പ്രവാചകൻ എന്ന നിലയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പലതരത്തിലുള്ള പ്രത്യേകതകളും
വിവാഹ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ ഈ പ്രത്യേകത. ഇഷ്ടംപോലെ പെണ്ണുങ്ങളെ ഇങ്ങനെ അനുവദിച്ചു കൊടുക്കുന്നതിൽ മാത്രം ഒരു പ്രത്യേകത. കാരണം 33-ാം അധ്യായമായ സൂറത്തുൽ അഹ്സാബിന്റെ 52-ൽ അല്ലാഹു പറഞ്ഞു, പ്രവാചകരെ, ഇനിയും മറ്റുള്ള സ്ത്രീകളോട് നിനക്ക് അവരുടെ സൗന്ദര്യത്തിൽ ഒരു താല്പര്യം തോന്നിയാലും നീ ആകൃഷ്ടനായാലും ഇനി താങ്കൾ കെട്ടണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ചോദിച്ചതാ. അല്ലാഹു നൽകിയിട്ടുണ്ട്. അതെല്ലാ പ്രവാചകർക്കും കൊടുത്തതാണ്. യേശുക്രിസ്തു അത് പറയുന്നത് യേശുക്രിസ്തു എന്നൊന്നും പറഞ്ഞ് ബുദ്ധിമുട്ടരുതേ. അപ്പൊ ക്രിസ്ത്യാനികൾ കയറി പിടിക്കും. കാരണം യേശുക്രിസ്തു അല്ല ഈസാ നബി. നമ്മുടെ ഖുർആൻ പറഞ്ഞ ഈസാ നബിക്കു മാത്രം അങ്ങനെ ഒരു പ്രത്യേകതയും അള്ളാഹു കൊടുത്തിട്ടില്ല, പ്രത്യേകിച്ച് പെൺവിഷയത്തിൽ. ശരി, ഇപ്പൊ ശരിയാണ്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് ചില പ്രത്യേകതകളുണ്ട്. അവിടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് ആ പ്രത്യേകതകൾ ഉണ്ടായിരുന്നില്ല. പെണ്ണില്ല. മുമ്പ് കഴിഞ്ഞു പോയ പല പ്രവാചകന്മാർക്കും ചില പ്രത്യേകതകളുണ്ട്. അവിടെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് ആ പ്രത്യേകത ഉണ്ടായിരുന്നില്ല. ചിലപ്പോ അതിൽപ്പെട്ട ഒരു ഭാഗമാണ് പ്രവാചകന്റെ വിവാഹം പ്രവാചകനു മാത്രം പരിമിതപ്പെട്ടതാണ്. പ്രവാചകനു മാത്രം പരിമിതപ്പെട്ടതാണ്. അത് മറ്റൊരാൾക്ക് മാതൃകയാക്കാനോ മറ്റോ പാടില്ലാത്തതാണ്. പ്രവാചകൻ ഒരു സ്ത്രീലംബടനോ അല്ലെങ്കിൽ വൈവാഹിക ജീവിതത്തിൽ മാതൃകയില്ല എന്ന് പറയുന്നവനോ ആണെങ്കിൽ യുക്തിവാദികളുടെ അഭിപ്രായ പ്രകാരം തന്റെ യുദ്ധത്തടവുകാരായി പിടിച്ചിട്ടുള്ള സ്ത്രീകളെയൊക്കെ പ്രവാചകൻ ശാരീരിക ബന്ധത്തിനോ മറ്റോ ഉപയോഗപ്പെടുത്തേണ്ടിയിരിക്കും. യുദ്ധത്തിൽ നേടിയ സ്ത്രീകളായിരുന്നില്ലേ പ്രവാചകനോടൊപ്പമുള്ള മാമലക്കത്ത് ഐമാനുക്കും? നിങ്ങളുടെ വലം കൈ ഉടമപ്പെടുത്തിയ സ്ത്രീകളൊക്കെ നിങ്ങൾക്ക് സ്വന്തമാണെന്ന് പറഞ്ഞത് ഖൈബർ യുദ്ധത്തിൽ കിട്ടിയ തടവ് സ്ത്രീ തന്നെയല്ലേ സഫിയ? എത്ര വേണം തെളിവുകൾ? മുമ്പിലിരിക്കുന്ന ആളുകൾ എന്താണെങ്കിലും ഇദ്ദേഹത്തെ എതിർത്തൊരു ചോദ്യം ചോദിക്കില്ല എന്നറിയാം. അതുകൊണ്ടാണ് സ്വതന്ത്രമായി പ്രവാചകന് വിടുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഒരു യുദ്ധം കഴിഞ്ഞ് ഏതാണ് ബനു മുസ്തലഖ് യുദ്ധം കഴിഞ്ഞു മടങ്ങി വരുന്ന വേളയില് ഒരു ടെന്റ് കെട്ടി ഇവരെല്ലാവരും കൂടി ഇങ്ങനെ ടെന്റിൽ നിൽക്കുകയാണ്. അപ്പൊ പ്രവാചകന്റെ അനുചരന്മാര് വന്നിട്ട് പ്രവാചകനോട് ചോദിക്കുന്നു, പ്രവാചകരെ, ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് 2-3 ദിവസമായില്ലേ, ഞങ്ങള് യുദ്ധത്തിൽ ജയിച്ചിട്ട് വന്നിരിക്കുവല്ലേ, യുദ്ധത്തിൽ നേടിയ ഒരുപാട് പെൺകുട്ടികളും സ്ത്രീകളും ഇന്ന് നമ്മളോടൊപ്പം ഈ ടെന്റിനകത്തുണ്ട്, ഞങ്ങൾക്ക് അവരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണമെന്ന് ആഗ്രഹമുണ്ടാകാമോ? ആയിക്കൊള്ളാം പറഞ്ഞു നബി. വീണ്ടും ഇവമാർക്കൊരു സംശയം, നബിയുടെ അനുചരന്മാർക്ക്. അല്ല പ്രവാചകരെ, ഞങ്ങൾ അസുല് ചെയ്യേണ്ടതുണ്ടോ? ശുക്ലം പുറത്ത് കളയണോ അതോ അകത്ത് തന്നെ കളയണോ? അത് അകത്താണെങ്കിലും പുറത്താണെങ്കിലും പടച്ചോൻ ഉദ്ദേശിക്കുന്നത് പോലെ ഒരു കുട്ടി ഉണ്ടാകാൻ അല്ലാഹു ഉദ്ദേശിക്കുന്നെങ്കിലും ഉണ്ടാകും. അതുകൊണ്ട് പ്രത്യേകിച്ച് നിങ്ങൾ അസുലൊന്നും ചെയ്യണ്ട. അവർ ഗർഭിണികളാകുന്നെങ്കിൽ ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. അവരല്ലേ വെച്ച് അനുഭവിക്കുന്നത്. ഇവന്മാര് ചെയ്തിട്ടങ്ങ് പോകത്തല്ലേ ഉള്ളൂ. ദുഷ്ടതയുടെ പര്യായമാണ് ഇസ്ലാം. ഇങ്ങനെ യുദ്ധത്തിൽ നേടിയ സ്ത്രീകളെ ഒക്കെ ഭാര്യമാരാക്കുകയും അനുയായികൾക്ക് ലൈംഗികതയ്ക്കു വേണ്ടി ഭോഗവസ്തുക്കളായി, സെക്സ് ടോയ്കളായി വിഭജിച്ച് നൽകുകയും ചെയ്ത വ്യക്തിയാണ് പ്രവാചകൻ. ഇസ്ലാമിക ചരിത്രങ്ങൾ അറിയാത്ത പാവങ്ങളോടാണ് ഇദ്ദേഹം നിന്നീ പറയുന്നത്. അപ്പോൾ അവര് വിചാരിക്കുവാണ് ശരിയായിരിക്കും, യുദ്ധത്തിൽ കിട്ടിയ ആളുകളെയൊക്കെ പ്രവാചകൻ ഇങ്ങനെ അങ്ങ് വെറുതെ സ്വതന്ത്രരാക്കി വിട്ടു. അവരെങ്ങനെയാണ് യുദ്ധത്തിൽ നേടിയ നിങ്ങളുടെ സ്വത്തുക്കളാകുന്നത്? അവരെങ്ങനെയാണ് അടിമകളായത്? അവരെങ്ങനെയാണ് പ്രവാചകന്റെ സമ്പത്തായി മാറിയത്? പ്രവാചകൻ അവരുടെ വലതു കൈകൾ എടുത്തു, എന്നിട്ടാ വലതു കൈയായി പ്രവാചകൻ മാറി ഉടമപ്പെടുത്തിയത് അല്ലേ? ഒരു നാട്ടിലേക്ക് കയറി ചെല്ലുന്ന ഒരു ഗോത്ര സമൂഹത്തിലേക്ക് അവിടെയുള്ള ആണിനെയും പെണ്ണിനെയും ഒക്കെ അങ്ങോട്ട് കൊല്ലുക, ഏറ്റവും കൂടുതൽ ആണുങ്ങളെ. എന്നിട്ട് അവരുടെ ഭാര്യമാരെയും മക്കളെയും ഒക്കെ പിടിച്ചു കൊണ്ടുവരിക. എന്തിന്? ആ മലക്കത്ത് ഐമാനൊക്കെ അവരെ സംരക്ഷിക്കാനേ. അവരിനി അടിമകളാണല്ലോ. അടിമകളെ സംരക്ഷിച്ച് പുതിയ ഒരു പ്രവാചകൻ ഉദയം ചെയ്യുക, കാരുണ്യത്തിന്റെ തിരുദൂതന്റെ ഉദയം ചെയ്യൽ. അതുവരെ അവര് കുടുംബമായി സന്തോഷത്തോടുകൂടി ജീവിച്ചുകൊണ്ടിരിക്കെ അവരുടെ കുടുംബക്കാരെ, അവരുടെ പിതാക്കന്മാരെയും ഭർത്താക്കന്മാരെയും മക്കളെയും സഹോദരങ്ങളെയും ഒക്കെ കൊന്നിട്ട് അവരെ പിന്നീട് സംരക്ഷിച്ച് സ്വതന്ത്രരാക്കി വിട്ടെന്ന് നബി. ഇവരുടെ മുമ്പിലിരിക്കുന്ന ആളുകൾ അത് വിശ്വസിക്കും. ഇസ്ലാമിന്റെ ചരിത്രം അറിയുന്നവർ നിങ്ങളെ പിടിച്ചു നിർത്തി ചോദിക്കും,